പ്രൈസ് ദി ലോർഡ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് ദൂതന്റെ വാക്കുകളാണ്. യേശുക്രിസ്തുവിൻ്റെ കല്ലറയുടെ മുകളിൽ വെച്ചിരുന്ന കല്ലുരുട്ട് മാറ്റി അതിൻ്റെ മുകളിൽ ഇരുന്ന ദൂതൻ അന്ന് രാവിലെ യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കാൻ പോയ സഹോദരിമാരോട് പറഞ്ഞ വാക്കുകളാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രസംഗവും വ്യർത്ഥമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ ആണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്. അതായത് പാപത്തെയും മരണത്തെയും ജയിച്ചതാണ് ഉയർപ്പ്. യേശു കർത്താവ് ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്. യേശുവിനെ ക്രൂശിൽ തറപ്പാൻ ഏൽപ്പിച്ച പീലാത്തോസിനെയും മത നേതാക്കന്മാരെയും അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച ജനസമൂഹത്തെ പരസ്യമായ കാഴ്ചയാക്കിക്കൊണ്ട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പീലാത്തോസ് യേശുവിൻ്റെ കല്ലറയിൽ ആമേൻ വലിയൊരു കല്ലുരുട്ടി വെപ്പിച്ചു, കല്ലറയ്ക്ക് മുദ്ര ചെയ്തു, പട്ടാളത്തെ കാവലാക്കി കല്ലറ ഉറപ്പുവരുത്തിയെന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ കല്ലറയുടെ അകത്ത് മരണം യേശുവിനെ മരണപാശങ്ങൾ കൊണ്ട് ബന്ധിച്ചതായി നാം തിരുവെഴുത്തിലൂടെ കാണുവാനിടയായി. എന്നാൽ മരണത്തിന് യേശുവിനെ പിടിച്ചു വെപ്പാൻ കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവമോ മരണപാശങ്ങളെ അറുത്തു. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവൻ പുറത്തു വന്നു. യേശുവിൻ്റെ ഉയർപ്പ് സകലത്തിന്മേലുമുള്ള സമ്പൂർണമായ ഒരു വിജയമാണ്. അതായത് സാത്താൻ്റെ മേൽ, പാപത്തിന്മേൽ, രോഗത്തിന്മേൽ, മരണത്തിന്മേൽ, പാതാളത്തിന്മേൽ എല്ലാമുള്ള സമ്പൂർണമായ വിജയമാണ് യേശു കർത്താവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്. ലോകവും മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ജനങ്ങളും എല്ലാം ഒരുമിച്ച് പിശാചും അവരോടൊപ്പം ചേർന്ന് ഇനി ഇല്ല എന്ന് പറയുന്നിടത്താണ് യേശുവിൻ്റെ വിജയം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അങ്ങനെ സകലത്തെയും ജയിച്ച് ജയാളിയായ കർത്താവ് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് അവൻ 40 നാൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇനി അവൻ വരുമെന്ന് പറഞ്ഞു. ദൂതന്മാർ പറഞ്ഞു അവൻ പോയതുപോലെ തന്നെ